എത്ര ദിവസത്തേക്കുള്ള യാത്രയിലാണ് ജമ്മും ഖസറും അനുവദിക്കപ്പെട്ടത് എന്നാണ്. അതിനൊരു ഉദാഹരണം അവർ പറയുന്നുണ്ട്. പ്രൊഫ്കോണിന് പോയി അവിടെ 2 ദിവസം താമസിക്കുമ്പോൾ ഈ ഇളവ് അനുവദിക്കപ്പെടുമോ, അയാളെ യാത്രക്കാരായി പരിഗണിക്കുമോ? അതുപോലെ ഗൾഫിൽ 1 വർഷം പോയി വരുമ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ ഇയാളെ യാത്രക്കാരെ പരിഗണിക്കാമോ എന്നൊക്കെയാണ് ചോദ്യം. യാത്രക്കാർ എത്ര ദിവസം വരെ ആനുകൂല്യം ഉപയോഗിക്കാം എന്നതാണല്ലോ ചോദ്യം. അവിടെ 2 കാര്യങ്ങൾ നേരത്തെ ഒന്നിൻ്റെ മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞു. എപ്പോഴാണ്, എത്ര കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് ഒരു യാത്രയാകുക എന്നതിന് നമ്മൾ കൃത്യമായി പറഞ്ഞു. ഉറഫനുസരിച്ച്, നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് ഒരു യാത്ര എന്ന് പറയാവുന്നുവോ എങ്കിൽ അവൻ യാത്രക്കാരനായി. അതേപോലെ തന്നെ ഒരാൾ യാത്രക്കാരനായി ഒരു നാട്ടിലെത്തി, ആ നാട്ടിൽ എത്ര കാലം വരെ അയാൾക്ക് ഈ ആനുകൂല്യം സ്വീകരിക്കാം, ജമ്മാക്കാം, കസ്റാക്കാം എന്നത്. അവിടെ ആ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ കാണാൻ സാധിക്കും. ആ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇനി ആ ആനുകൂല്യം റുഖ്സ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. കാരണം അവരുടെ യാത്ര അവസാനിച്ചു എന്നാണ്. അതേപോലെ തന്നെ 1 ദിവസം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, 3 ദിവസം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, 4 ദിവസം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, 18 ദിവസം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. ഓരോരുത്തരുടെയും തെളിവുകൾ നമ്മൾ ഉദ്ധരിക്കുകയല്ല ചെയ്തത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വ്യക്തമായി ഇത്ര ദിവസം വരെ താമസിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യമുണ്ട് എന്ന് വന്നിട്ടില്ല. അപ്പോൾ ചില യാത്രകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്ക ഫതഹിൻ്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിശ്ചിത ദിവസം, അതേപോലെ ഹജ്ജത്തുൽ വദാഇൻ്റെ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിച്ച ഒരു നിശ്ചിത ദിവസം, അതൊക്കെ വ്യത്യസ്ത എണ്ണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 18 വരെ ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ട്. പൊതുവെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ഒരു നാട്ടിലെത്തി 4 ദിവസത്തിലധികം അയാൾ അവിടെ താമസിക്കുമെങ്കിൽ പിന്നീട് അയാളെ നാട്ടുകാരനാണ്, ഈ ആനുകൂല്യങ്ങൾ അയാൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ്. എന്നാൽ 4 ദിവസത്തിൽ കുറച്ചാണ് ഒരാൾ താമസിക്കുന്നത് എങ്കിൽ അയാൾക്ക് ആ ദിവസങ്ങളിൽ ഈ ആനുകൂല്യം സ്വീകരിക്കാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു യുവാം യാത്രക്കാരുണ്ട്, അവിടെ എത്ര ദിവസം താമസിക്കുമെന്നറിയില്ല. ഇപ്പോൾ ബോംബെയിലേക്ക് പോകുന്നൊരു വിസ ശരിയാക്കാൻ, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകുന്നു ഒരു ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം, എന്ന് മടങ്ങും, ഒരു പക്ഷെ നാളെ മടങ്ങും, അല്ലെങ്കിൽ മറ്റന്നാൾ മടങ്ങും, ആവശ്യം എപ്പോൾ പൂർത്തീകരിക്കുമെന്ന് അറിയാൻ പറ്റാത്ത അറിയാത്ത ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസം വേണമെങ്കിലും, അത് മാസങ്ങളായിരുന്നാലും അങ്ങനെ ആനുകൂല്യം ഉപയോഗിക്കാം എന്ന് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലുള്ള ആളുകൾ അവർ കാബൂൾ, ഇന്നത്തെ കാബൂൾ അങ്ങോട്ടുള്ള യാത്രയിൽ 6 മാസത്തിലധികം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിച്ചു എന്നൊക്കെ ചരിത്രങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. അവർ 2 തരം യാത്രക്കാരാണ്. എന്ന് മടങ്ങുമെന്നറിയാത്ത യാത്രക്കാർ, അവർ യാത്രക്കാർ തന്നെയാണ്, ആനുകൂല്യം ഉപയോഗിക്കാം. അതല്ല, ഏറെക്കുറെ 4 ദിവസം എന്ന് ഉറപ്പിക്കാവുന്ന യാത്രയാണെങ്കിൽ, അതിൽ കുറച്ചുള്ള ദിവസം ആണ് എങ്കിൽ അയാൾക്ക് ഈ ആനുകൂല്യം ഉപയോഗിക്കാം. അല്ല എങ്കിൽ പൂർത്തിയായി നിസ്കരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ പ്രോഫ്കോണിന് പോയി 2 ദിവസം എന്നത് യാത്രക്കാരൻ്റെ പരിഗണന അയാൾക്ക് ഉപയോഗിക്കാം, സ്വാഭാവികമായി യാത്രക്കാർ. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരാളൊരു നാട്ടിലെത്തി സ്വാഭാവികമായും ആ നാട്ടിൽ ഇപ്പോൾ 2 ദിവസമാണ്, 1 ദിവസമാണ്, ഒക്കെ ശരി, അയാൾക്ക് ബാങ്ക് കേൾക്കാവുന്ന അടുത്ത അയാൾ താമസിക്കുന്നു, അയാൾക്ക് മറ്റ് ചുറ്റുപാടുകളും കാര്യങ്ങളും എന്നില്ല, അയാളെ യാത്രയിലെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ സ്വാഭാവിക ഒരു ബാങ്ക് കേൾക്കുമ്പോൾ അയാൾക്ക് ആ പള്ളിയിലേക്ക് പോകലാണ് നല്ലത് എന്നതും നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ആ പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിൽ പൂർണ്ണമായി പങ്കെടുക്കും. അതെ, സ്വാഭാവികമായി ഒരു നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ പൂർത്തിയായി നമസ്കരിക്കുകയാണ് അവർ ചെയ്യുക, അതേപോലെ പൂർത്തിയായി നമസ്കരിക്കുകയും ചെയ്യുക. ചോദ്യത്തിൻ്റെ അവസാന ഭാഗം, ഗൾഫിൽ 1 വർഷം പോയി വരുന്നവരെ കുറിച്ച്, അവരേതായാലും യാത്രക്കാരല്ലല്ലോ. അവർ യാത്രക്കാരല്ല. അതുകൊണ്ടാണ് അവിടുത്തെ ഇഖാമയിൽ മുഖീമ എന്ന് പറയാം. മുഖീം നാട്ടിൽ, അവിടുത്തെ മുവാത്തിനല്ല, സ്വദേശിയല്ല, മറിച്ച് മുഖീം, ആ നാട്ടിൽ താമസിക്കുന്ന ആൾ ആണ്. അപ്പോൾ മാത്രമല്ല, അയാൾ 4 ദിവസമല്ല, സ്വാഭാവിക 2 വർഷം കഴിഞ്ഞ് മടങ്ങുക, ഇങ്ങനെയൊക്കെ മുൻകൂട്ടി അയാൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാരൻ്റെ ആനുകൂല്യമല്ല സ്വീകരിക്കേണ്ടത്.